എങ്ങനെയാണ് ഖാലിദ് അൽമേരിയുമായിട്ട് കണക്ട് ആവുന്നത്? നമ്മുടെ വെള്ളം സിനിമയുടെ ഡയറക്ടറായ പ്രജീഷേറിന്റെ പരിചയം. ബാലു എന്നാണ് എന്നെ എല്ലാവരും വിളിക്കാറ്, സ്നേഹത്തോടെ. അതെ. അപ്പോൾ ജീവിതത്തിൽ ഐ വാസ് ഗുഡ് ഇൻ ആക്ടിങ്. പക്ഷേ പ്രേമത്തിലെ ഏത് റോള് ചെയ്തിരുന്നെങ്കിൽ ബാലുവിന് ഫിറ്റ് ആവുന്നു തോന്നുന്നത്? ജോർജ്. എന്താവില്ല എനിക്കറിയില്ല കാരണം മറ്റേ സലീം കുമാർ പറഞ്ഞ പോലെ എനിക്ക് വേർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ടേ സിനിമ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ശരിക്കും സംഗീതം പഠിക്കാനാണോ? സംഗീതം എന്ന് പറഞ്ഞ സിനിമ ഞാനിത് കൊളോക്കിയലായിട്ട് പറഞ്ഞല്ലോ. അങ്ങനെ അപ്പോ ബാലുവിന് ഇവിടെ UAE ഒളിച്ച് താമസിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെ, വർക്കിലാണ് കാര്യം, ലുക്കിലല്ല കാര്യം, തന്നെയാണ് കാര്യം. മറ്റേ പത്തേമാരി മമ്മൂക്കയുടെ കൂടെ വന്ന ആളാണ്. നല്ല പട്ടിപ്പണി എടുത്തിട്ട് എപ്പോഴും സങ്കടം വരുന്ന ഒരു കാര്യമാണത്. ആ സിനിമയുടെ ഭാഗമാവാൻ പറ്റാത്തത് എപ്പോഴും സിനിമ തന്നെയാണ് അൾട്ടിമേറ്റ് ഡ്രീം. പറഞ്ഞ് നമ്മുടെ വിഷയത്തിൽ വന്ന ഒരു സംഭവമാണ് ഈ ആലുവ ഗ്യാങ്. ദിലീപ് എന്ന നടൻ, അൽഫോൻസ് പുത്രൻ, അതെ. അപ്പോ ബാലശങ്കർ, അതെ. എന്നാ പിന്നെ ഞാൻ അവിടെ ഇരിക്കാം. ദി ചോക്കോവുഡിന്റെ ട്രയൽസ് ആൻഡ് ബ്ലിസ് എന്ന സെഗ്മെന്റിൽ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ദുബായ് മലയാളികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പേഴ്സണലി ഐ എം സോ ഹാപ്പി ടു ഹോസ്റ്റ് ഹിം ടുഡേ ഓൺ ദിസ് ഷോ ട്രയൽസ് ആൻഡ് ബ്ലിസ്സിൽ. സോ ലെറ്റ്സ് വെൽക്കം ഞാൻ ബാലു. താങ്ക് യു അശ്വതി, താങ്ക് യു ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ബാലു എങ്ങനെയാണ് ഞാൻ ബാലു ആയത്? നല്ല പട്ടിപ്പണി എടുത്തിട്ട് രാവും പകലും നല്ല കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ പേരാണ് ഞാൻ ബാലു. അല്ലാതെ ChatGPT ചോദിച്ച് ഉണ്ടാക്കിയ പേരല്ല. ബാലശങ്കർ എന്നാണ് എൻ്റെ ശരിക്കുള്ള പേര്. ബാലു എന്നാണ് എന്നെ എല്ലാവരും വിളിക്കാറ്, സ്നേഹത്തോടെ. അതെ. അപ്പോൾ അത്ര സ്നേഹമില്ല. പിന്നെ ഈ ഞാൻ ബാലു എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ട് ഒരാൾക്ക് പറയാൻ, ഒരാളോട് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ID പറയുമ്പോഴൊക്കെ നമുക്ക് എളുപ്പമല്ലേ പറയാൻ. അപ്പം അങ്ങനെ കുറെ ഇൻസ്റ്റയിൽ കുറെ പേരുകൾ ഉണ്ടായിരുന്നു പണ്ട്. എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഒരു ബന്ധുലത മാഡി എന്നൊക്കെ ഇട്ടുണ്ട് ഞാൻ പേര്. ഫേക്ക് അല്ല, എൻ്റെ ഒറിജിനൽ ID തന്നെ മാഡി എന്നൊക്കെ പേരിട്ടുണ്ട്. ഓക്കെ, വെറുതെ രാത് കൊടുത്തിട്ട് അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ തന്നെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളി എന്നോട് സജസ്റ്റ് ചെയ്യണം, ഇത് കൊള്ളാലോ ഞാൻ ബാലു. അപ്പം എനിക്ക് തോന്നി എളുപ്പമുണ്ടല്ലോ, എല്ലാവരും പരിചയപ്പെടുമ്പോൾ തന്നെ പറയാമല്ലോ ഞാൻ ബാലു. ഐഡിയ എക്സ്ചേഞ്ച് ചെയ്യാൻ എളുപ്പമുണ്ട്. അതെ, ചിന്തിച്ചിട്ടൊരു പേരാണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ മലയാളികളുടെ ഇടയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ദുബായിൽ ഒരുപാട് പേര് മലയാളത്തിൽ പല റീൽസും വീഡിയോസും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓഫ് കോഴ്സ് ഇപ്പോൾ ബാലുവിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി സ്റ്റാർട്ടഡ് വിത്ത് ബിഗ് സ്ക്രീൻ. ആദ്യം എല്ലാവരുടെയും ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിഗ് സ്ക്രീനിൽ എത്തുക എന്നുള്ളതാണ്. പക്ഷെ ഓൾറെഡി ബിഗ് സ്ക്രീനിൽ എത്തിയതിന് ശേഷം ഇന്നത്തെ കാലത്തെ ഒരു ട്രെൻഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ റീൽസിലേക്ക് പിന്നീട് വന്ന് ഇവിടെ UAE സ്റ്റാറായി മാറിയ ആളാണ്. സോ ജസ്റ്റ് ടെൽ മീ, ഹൗ വാസ് യുവർ ജേർണി? എനിക്കറിയാം ഓഫ് കോഴ്സ് ബാലു നാട്ടിൽ ആലുവക്കാരനാണ് അല്ലെ, എറണാകുളം ആലുവക്കാരനാണ്. അപ്പോൾ ആലുവയിൽ തുടങ്ങിയ ആ ഒരു ഓട്ടം, അതെ പ്രൗഡ് ആലുവക്കാരൻ, ആ ഒരു ആലുവ പാലത്തിന്റെ മുകളിൽ കൂടെ ഓടിയിട്ട് എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഞാൻ ദുബായിൽ വരുന്നത് 2002 മറ്റേ പത്തേമാരി മമ്മൂക്കയുടെ കൂടെ വന്ന ആളാണ്. പണ്ടത്തെ അത്ര വർഷം പഴക്കമുണ്ടായിരിക്കും. അന്ന് ഇതുപോലെയല്ല ദുബായ് അന്ന്. പക്ഷേ എനിക്ക് അന്നും കറാമ തന്നെയായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഫാദർ ഉണ്ടായിരുന്നു, ഞങ്ങൾ കറാമയിലായിരുന്നു താമസം. ഈ കറാമ സെൻറ്ററിൽ തന്നെയായിരുന്നു താമസം. അപ്പോൾ അന്ന് സിനിമയായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അന്ന് നമ്മൾ സിനിമയൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിനേക്കാളൊക്കെ ഒരുപാട് അകലെയാണ്. ഇപ്പോൾ ഭയങ്കര എളുപ്പമാണല്ലോ. അന്ന് പക്ഷേ ഇവിടെ വരുമ്പോൾ എനിക്ക് എന്താ പറയുക, ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കിട്ടി. ഞങ്ങൾക്ക് അന്ന് ഇവിടെ ഒരു ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു, ഡാൻസ് കളിക്കുമായിരുന്നു. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പാട്ട് പ്രോഗ്രാംസ്, അങ്ങനെ ആർട്ടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ അന്നും നിന്നിട്ടുള്ളത്. പിന്നീട് അന്ന് ജോലി ഉണ്ടായിരുന്നു, ഓഫ് കോഴ്സ് കോർപ്പറേറ്റിൽ ജോലി ഉണ്ടായിരുന്നു. ഒരു 2011 കഴിഞ്ഞപ്പോൾ ജോലി റിസപ്ഷനൊക്കെ വന്നപ്പോൾ ജോലി പോയി. അപ്പോൾ ആ സമയത്താണ് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള, ഈസ് ലൈക്ക് മൈ ബ്രദർ ലെൻ പ്രസാദ്. അപ്പോൾ ലെൻ വഴിയാണ് ഞാൻ ലെന്നിൻ്റെ കസിൻ ബ്രദറായ അരുൺ ശേഖറിനെ പരിചയപ്പെടുന്നു. ഈസ് ദ ഡയറക്ടർ ഫോർ ദ മൂവി ജിലേബി. സോ അരുണനെ പരിചയപ്പെടുന്നു. ദെൻ
പുള്ളിയുടെ കൂടെ ഞാൻ പ്രൊഡക്ഷനിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെയാണ് ഞാൻ മീഡിയയിലേക്ക് ഫസ്റ്റ് എൻട്രി ചെയ്യുന്നത് 2011. അങ്ങനെ അന്ന് ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ A to Z പ്രൊഡക്ഷൻ പഠിച്ചു തുടങ്ങി, അങ്ങനെ ചെയ്തു. പിന്നീട് ഞാൻ ജിലേബി അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ഞാൻ 2015. അപ്പോഴും സിനിമ അഭിനയം ഒന്നും ആഗ്രഹമുണ്ട്, അറിയായിരുന്നോ എനിക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ട്? ഇല്ല, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആ സമയത്തൊക്കെ. ഐ വാസ് വെരി ബാഡ് അറ്റ് ആക്ടിങ്. ജീവിതത്തിൽ ഐ വാസ് ഗുഡ് ഇൻ ആക്ടിങ്, പക്ഷേ സിനിമയിൽ ക്യാമറയുടെ മുമ്പിൽ ഐ വാസ് വെരി ബാഡ് ആ സമയത്ത്. അപ്പോൾ രണ്ടും കൂടി ഒരു മാച്ച് ആയില്ല. അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു അഭിനയിക്കാൻ. അത് കഴിഞ്ഞ് പിന്നെ 2454 ഇവിടുത്തെ വൺ ഓഫ് ദി ഫേമസ് ലൈൻ പ്രൊഡ്യൂസർ മിനി ശർമ്മ, ചേച്ചിയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ വൺ ഓഫ് മൈ മെന്റർ രാജീവ് കമ്പനി ഫിലിംസ്, രാജീവ് ഭായിയുടെ പ്രൊഡക്ഷനിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബേസിക്കലി ക്യാമറയുടെ ബാക്കിൽ നിന്ന് ഒരുപാട് വർക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമകൾ ഒരുപാട് പ്രൊഡക്ഷൻ ബാക്കിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടേക്ക് ഓഫിലുണ്ടായിരുന്നു, ഡിഷും എന്ന് പറയുന്ന ഹിന്ദി ബോളിവുഡ് ഇവിടെ അബുദാബിയിൽ, അതിൽ 40-45 ദിവസം വർക്ക് ചെയ്തു. എയർലിഫ്റ്റ്, അങ്ങനെ ഒരുപാട് പടങ്ങളുടെ ബാക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആളുകൾ അഭിനയിക്കുന്നതൊക്കെ കണ്ടായിരിക്കാം ഒരു പക്ഷേ മേ ബി സ്റ്റാർട്ടഡ് ഓക്കെ എന്നാൽ പിന്നെ എനിക്കും അഭിനയിക്കാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചു തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ നമ്മുടെ ജോൺ ഹിറ്റ് FM-ലെ കുട്ടമ്പിള്ളയുടെ ശിവരാത്രി, അതിൻ്റെ ഓഡീഷൻ ഇവിടെ വെച്ചു. ഞാൻ പോയിരുന്നു. ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു അതിൽ പക്ഷേ ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല. അവർ ഇവിടുന്ന് കുറേ പേരായിട്ട് പോയി. നമ്മുടെ ആശി ചേച്ചി, കുമാറേട്ടൻ, ഇപ്പോഴത്തെ രമ്യ, അപ്പോൾ ഇവരൊക്കെ ഫസ്റ്റ് റൗണ്ടിൽ കയറിപ്പോയ ആൾക്കാരാണ്. അപ്പോൾ അന്ന് ഞാൻ പിന്നെ ഓക്കെ എന്നെ സെലക്ട് ചെയ്തില്ലല്ലോ, അപ്പോൾ ഞാൻ ശരി ബാക്ക് ടു വർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോണിൻ്റെ അസിസ്റ്റൻസ്, എൻ്റെ ഫ്രണ്ട്സ് അർജുൻ, ലക്ഷ്മി, അവരൊക്കെ ദേ കോൾ മീ ആൻഡ് ടോൾഡ് അവിടെ ഒരു വേഷമുണ്ട്, നീ വരാൻ പറ്റുമെങ്കിൽ വാങ്ങുന്നു. ഓമനക്കുട്ടൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ഡയലോഗ് ഉണ്ടോ എന്ന് ചോദിച്ചു. ആ ഡയലോഗ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യം ഡയലോഗ് വേണം. അപ്പം കാരണം നമ്മൾ ടിക്കറ്റ് കാശ് പുറകെ പോകണല്ലേ, ഡയലോഗ് ഇല്ലാണ്ട് അവിടെ വരെ പോയിട്ട് കാശ് ലാഭിക്കട്ടെ. അപ്പം നല്ല സാധനമാണ്, നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോയിട്ട് ഓമനക്കുട്ടൻ ചെയ്യുന്നത്. ഓമനക്കുട്ടൻ ചെയ്തപ്പോൾ ഓക്കെ. ബിഗ് സ്ക്രീനിൽ ക്യാരക്ടർ വരുന്നത് ഓമനക്കുട്ടൻ എന്നുള്ള ക്യാരക്ടർ പേരല്ലേ? അല്ലാതെ ഞാൻ ജിലേബിയിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. ജിലേബിയിൽ ജസ്റ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു ഓഫീസിൽ ഞാൻ വന്ന് പോകുന്നുണ്ട്. പിന്നെ ജിലേബിയിൽ കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ സുദീപാത്മികത്തില് മുകേഷ് ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ട്. അതൊക്കെ ഒറ്റ സീനുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ലൊരു ക്യാരക്ടർ, അതായത് പേര് ഉള്ളൊരു ക്യാരക്ടർ വേഷം കിട്ടുന്നത് ഫസ്റ്റ് പടം കുട്ടമ്പിള്ളയുടെ ശിവരാത്രിയാണ്. ഓമനക്കുട്ടനായിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും പറഞ്ഞു അടിപൊളിയുണ്ട്, നല്ല രസമുണ്ട് ചെയ്തപ്പോൾ. സോ ഐ വാസ് ലൈക്ക് ഓക്കെ. പിന്നെ അത് വിട്ടു, തിരിച്ചു വീണ്ടും ദുബായിൽ വന്നു, വർക്ക് ചെയ്തു. അങ്ങനെ ഒരു 2018 കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി. സംഗീതം പഠിക്കണം മോഹമായി. അങ്ങനെ ഒരു ബോധോദയം ഉണ്ടായിട്ട് ഞാൻ 2019 ഞാൻ ചെന്നെത്തിയത് കൊച്ചിയിലേക്കാണ്. എറണാകുളത്തേക്ക് ഞാൻ തിരിച്ചു പോവാണ്. ദുബായിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അതും പാട്ട് പഠിക്കാനല്ല, അഭിനയിക്കാൻ. നല്ല ബോധമുള്ള അല്ലേ. അപ്പൊ ഞാൻ നേരെ കൊച്ചിയിൽ എത്തുന്നു. ഇനി സിനിമ ചെയ്യാം, സിനിമയിൽ ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ചെയ്യാന്ന് വെച്ചിരുന്നു. അപ്പൊ എന്റെ വിചാരത്തിൽ ഞാൻ ചെല്ലുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വേഷങ്ങൾ വാരി വിതറി കിട്ടും, സിനിമ ഭയങ്കര ഈസിയാണെന്ന് അന്നത്തെ ഒരു എക്സ്പെക്ടേഷൻ. പക്ഷെ അവിടെ ചെന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒട്ടും ഈസി അല്ല. പറ്റുന്ന പണിയാന്നല്ല, വിടൂല എന്ന് ഉറപ്പിച്ചു. കാരണം എന്തായാലും സിനിമയിൽ അഭിനയിക്കണം, പക്ഷെ വിടൂല. ഈസി മനസ്സിലായി ഉറപ്പായിട്ടും. കാരണം നമുക്കിപ്പോൾ എത്ര ബന്ധങ്ങളുണ്ട്. ഇപ്പൊ എന്റെ ബ്രദർ ഓഫ് കോഴ്സ് ഈസ് എ ആക്ടർ. എനിക്ക് എല്ലാവരും അറിയാം, ഇൻഡസ്ട്രിയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും എനിക്ക് അറിയാമായിരുന്നു ആ സമയത്ത്. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ഈസി. അപ്പോൾ മനസ്സിലായി ഓക്കെ ശരി. നമ്മൾ പിന്നെ അതിനുവേണ്ടി ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി. കുറെ കമ്പനിക്കാരുണ്ടാക്കി, ഫ്രണ്ട്സിനുണ്ടാക്കി, ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കി, ലൊക്കേഷനിൽ പോയി തുടങ്ങി. അങ്ങനെ ബന്ധങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തു. ഇറ്റ്സ് എ പ്രോസസ്. ആ പ്രോസസ് നമ്മൾ ബേസിക്കലി എൻജോയ് ചെയ്യണം. അത് ഗിവപ്പ് ചെയ്യാതിരിക്കണമെങ്കിൽ വി ഷുഡ് എൻജോയ് ദാറ്റ് പ്രോസസ്. അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയി പോകും. അപ്പൊ അതുകൊണ്ട് ആ പ്രോസസ് എൻജോയ് ചെയ്ത് പോകുമ്പോഴാണ് എനിക്കെന്തോ ഭാഗ്യം എന്ന് പറയുന്ന പോലെ എനിക്ക് നമ്മുടെ വെള്ളം സിനിമയുടെ ഡയറക്ടറായ പ്രജീഷേറിനെ പരിചയപ്പെടാൻ പറ്റി. എൻ്റെ ഒരു ഫ്രണ്ട് സീതാലക്ഷ്മി, അവൾ വഴി. അപ്പോൾ സീത വഴി ഞാൻ പ്രജീഷേറിനെ പരിചയപ്പെട്ടു. അങ്ങനെയാണ് വെള്ളത്തിലേക്ക് എനിക്കൊരു ചാൻസ് കിട്ടുന്നത്. പക്ഷെ വെള്ള സിനിമയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു വേഷമായിരുന്നു ആദ്യം. പക്ഷേ ആ വേഷം പിന്നീട് അതൊരു വലിയൊരു റീപ്ലേസ്മെന്റ്, ഒരു ആക്ടറുടെ റീപ്ലേസ്മെന്റ് എന്ന പോലെ ഐ വാസ് ദെയർ
ത്രൂ ഔട്ട് ദാറ്റ് മൂവി. ഏതാ ആ ആക്ടർ എനിക്കറിയില്ല ആരാണ്. ഓക്കെ, എനിക്ക് ഗോസിപ്പ്. വെള്ളത്തിൽ ബാലുവിന് പകരം റീപ്ലേസ് ചെയ്ത് അല്ല ഏത് നടനായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ. അത് നല്ലതാണ്, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വേഷം കിട്ടിയതുകൊണ്ട് വേറെ ഒരു നടൻ ചെയ്യാണ്ടിരുന്ന ക്യാരക്ടറാണ്. വേറൊരു നടൻ ചെയ്യാതിരുന്ന ക്യാരക്ടർ എന്തോ കാരണം കൊണ്ട് ആ പുള്ളിക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ അപ്പൊ പ്രതീക്ഷയുടെ എന്തോ ഭാഗ്യം എന്നെ ഓർത്തു. സോ ഹി കോൾ മീ, എടാ നീ വാ കണ്ണൂർക്ക് പോവാന്ന് പറഞ്ഞു. തളിപ്പറമ്പിലായിരുന്നു ഷൂട്ട്. ഞാൻ ചെന്നു. ചെല്ലുമ്പോഴും എനിക്കറിയില്ല എനിക്ക് ത്രൂ ഔട്ട് വേഷം ഉണ്ടെന്ന്. ഞാൻ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു, എടാ ഇതാണ് സംഭവം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ചേട്ടനായിട്ടൊരു 3 കോമ്പിനേഷൻ സീൻ ഒറ്റയ്ക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും വെള്ളത്തിൽ ഞാൻ അഭിനയിച്ചു. വെള്ളം ആക്ച്വലി ആ സമയം കൊറോണ വന്നു. പിന്നെ മൂവി തിയേറ്ററിൽ ഇറങ്ങാൻ ലേറ്റായി. കൊറോണ കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് മൂവി വെള്ളമായിരുന്നു 2022. തിയേറ്ററിൽ ആളുകൾ പോയി തുടങ്ങിയിട്ടുണ്ടായില്ല. അപ്പൊ ഒരുപാട് പേര് കണ്ടിട്ടില്ല പടം. പക്ഷെ കണ്ടവരെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പടമാണ്. അപ്പൊ എന്നെ അതിൽ കുറെ പേർക്ക് മനസ്സിലാവുന്നുമില്ല, ബിക്കോസ് ലുക്ക് പഴയ മാറിയിട്ടുണ്ട്. പക്ഷെ അതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എന്താ പറയുക ഇപ്പോഴും ഫേവറേറ്റ്. എന്നോട് കുറെ പേര് ചോദിക്കും, ഇവിടെ വെള്ളം പോലത്തെ സിനിമ എന്താ നീ ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കും. സിനിമ നമുക്ക് അറിയില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമകൾ കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ വെള്ളം അതങ്ങനെ ഒരു ഇതായിട്ട് നിന്നു. പിന്നെ അവിടെ നിന്ന് ഒരുപാട് പടങ്ങളുടെ ഭാഗമായി ചെറിയ ചെറിയ റോൾസ് ഒക്കെ ചെയ്തു. ലാസ്റ്റ് ഞാൻ ചെയ്തത് സുലേഖ മനസ്സിൽ, അതിന് മുമ്പ് ചെയ്തത് തല്ലുമാല. പിന്നെ 2 പടം ചെയ്തു, അത് ഇറങ്ങിയിട്ടില്ല, പെട്ടിയിലിരിക്കുന്നു. 2 അവാർഡ് പടം ചെയ്തു. എല്ലാം ചെറുതും വലുതും ഞാൻ പറയാം, ഒരു 10, 13, 14, 15 ഓൾമോസ്റ്റ് 14 പടങ്ങൾ. അങ്ങനെ ആലുവയിൽ നിന്ന് ഓടിയ ഓട്ടം ഇവിടെ വന്ന് നിൽക്കും. അങ്ങനെ പിന്നെ 2023 അവിടെ നിന്ന് സിനിമ കുറച്ചാളൊരു ബ്രേക്ക് എടുക്കാം, ഇടവേള. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ ബ്രദർ ഓൾറെഡി സിനിമയിലുണ്ടെന്നും അതേപോലെ തന്നെ നമുക്ക് മനസ്സിലായി ബ്ലഡിൽ ആക്ടിങ് അല്ലെങ്കിൽ കലയുണ്ടെന്നുള്ളത്. കലയാര പെങ്ങളാണോ? ഓക്കെ, കലയുണ്ട് രക്തത്തില്, അതുപോലെ തന്നെ ബ്രദറും സിനിമയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഹിസ്റ്ററി പറയൂ, എങ്ങനെയാണ്, ആരാണ് ആ സിനിമയിലുള്ള ബ്രദർ? കൃഷ്ണശങ്കർ എന്നാണ് അനിയന്റെ പേര്, കിച്ചു എന്ന് വിളിക്കും. പ്രേം സിനിമയിലെ കോയ, ദാറ്റ്സ് മൈ ബ്രദർ. അപ്പോ ബാലുവിന്റെ അനിയൻ. കണ്ടാൽ ചേട്ടൻ പോലെ ചർമ്മം കണ്ടാൽ പ്രായം തോന്നിക്കുന്നില്ല. അതെ, ചർമ്മം കണ്ട പ്രായം തോന്നിക്കില്ല. ഓക്കെ, അപ്പോ കൃഷ്ണശങ്കറിന്റെ ബ്രദറാണ്. ഓക്കെ, അപ്പോ എന്താ പറയാ, അല്ല അപ്പൊ സോറി ടു ബ്ലോക്ക് യു, അപ്പൊ ആരാണ് ഫസ്റ്റ് സിനിമയിൽ വരുന്നത്? ഫസ്റ്റ് സിനിമയിൽ വന്നത് അവൻ തന്നെയാണ്, ആളാണ്. ഓക്കെ, കാരണം അവൻ ക്യാമറ അസിസ്റ്റന്റ് ആയിരുന്നു ആദ്യം ബിഫോർ ആക്ടിങ്. അവരുടെ ആയിരുന്നു അവരെല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നു. കിച്ചു, ശബരി, സിജു, ഷറഫ്, അൽഫോൺസ്. അപ്പൊ ഇവരെല്ലാവരും ഒരുമിച്ച് പഠിക്കുകയും അവിടെ ആദ്യം തന്നെ എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കിച്ചു ക്യാമറ പഠിക്കാനും ഒക്കെ ആയിട്ട് പോവുകയും പിന്നീട് മനോജ് പിള്ളയുടെ കൂടെ അസിസ്റ്റന്റ് ക്യാമറമാനായിട്ടാണ് സിനിമയിൽ അവൻ തുടങ്ങുന്നത്. രതി നിർവേദം, ബാബുട്ടിയുടെ നാമത്തിൽ, റെഡ് വൈൻ, അതിലൊക്കെ അവൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേരം സംഭവിക്കുന്നത് അൽഫോൺസിന്റെ. അതിൽ മാണിക് എന്ന് പറയുന്ന ക്യാരക്ടർ, ലെറ്റ്സ് ഗോ ഫോർ എ കോഫി ചാറ്റ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രേമം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും സെറ്റായി. ഒരു എന്താ പറയുക, ആ പ്രേമം റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. റിലീസിനല്ല, എന്ത് തൊട്ട് മുമ്പ് എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴൊക്കെ ഞാൻ ആലുവയിലുണ്ട്. ആ സമയത്ത് ആയിരിക്കും ആലുവയിൽ എല്ലാവരും അഭിനയിച്ച പടമാണ് ഞാൻ ഒഴിച്ച്. ഞാനന്ന് ദുബായിലായിരുന്നു. എനിക്ക് ഏറ്റവും എപ്പോഴും സങ്കടം വരുന്ന ഒരു കാര്യമാണത്, ആ സിനിമയുടെ ഭാഗമാവാൻ പറ്റാത്തത്. കാരണം എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ആ പടം പറയാൻ വലിയൊരു ഹ്യൂജ് പരിപാടി ഹിറ്റാവുന്നു ആർക്കും അറിയില്ല. ആ പടം അഭിനയിച്ച ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ പോകാൻ പറ്റില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് എഡിറ്റ് നടക്കുമ്പോഴൊക്കെ ഞാൻ ഫ്ലാറ്റിലുണ്ടായിട്ടുണ്ട്. നീവിനു എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അൽഫോൺസൊക്കെ. അപ്പോൾ എനിക്ക് പടം റിലീസായി ഫസ്റ്റ് ഡേ കഴിഞ്ഞു. പിന്നെ 1 നൈറ്റ് അവർ എല്ലാവരും സ്റ്റാർസായി. സോ ഹ്യൂജ് ഹിറ്റ്. ബ്ലാക്കിന് ടിക്കറ്റ് വെക്കുന്നു, വർഷങ്ങൾക്ക് ശേഷം ബ്ലാക്കിന് ടിക്കറ്റ് പോകുന്നു, കോളേജ് ഇനാഗ്രേഷൻ, മറ്റേത് മറിച്ചത്. അനിയന്റെ ഒരു വളർച്ച പെട്ടെന്നായിരുന്നു. അതായത് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കാണ് കിച്ചുവിന്റെ ഒരു ഫെയിം എന്ന് പറയുന്നത് അല്ലേ? തന്നെ രാത്രിക്ക് എല്ലാവരും കിച്ചുവിനെയും ഇവരൊക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന. അപ്പൊ എല്ലാവരും ഭയങ്കര അവരെല്ലാവരും ഹാപ്പി മൂഡ്, ഹാപ്പി സീൻ, നമുക്ക് ഹാപ്പി, എല്ലാവർക്കും ഹാപ്പി. കാരണം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ലുലുലായിരുന്നു പ്രേമത്തിന്റെ 100ാമത്തെ ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പോയി കണ്ടത്. അപ്പോൾ അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അൽഫോൺസും എല്ലാവരും നമ്മളെല്ലാ ടീമും കൂടി ഒരുമിച്ചാണ് പോയി കണ്ടത്. ഡയറക്ടേഴ്സും അസിസ്റ്റൻസും എല്ലാവരും, സന്ദീപ്, അവരൊക്കെ. അപ്പോൾ ഇത് നമുക്ക് കൺമുമ്പിൽ കണ്ടൊരു കാഴ്ചയാണ് ഞാനത്. ഒരു സ്റ്റാർ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫേമസ് ആവുന്ന ഒരു പരിപാടി. അതെ. അപ്പോൾ ചോദിക്കട്ടെ,
മനസ്സിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നോ? എനിക്ക് സ്റ്റാർ ആവാത്ത എനിക്ക് ആ പടത്തിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയില്ലാത്തൊരു സങ്കടം മാത്രമേ കാരണം ഇല്ല അത് ഓഫ് കോഴ്സ് അഭിമാനമല്ലേ, അടിപൊളിയല്ലേ, പൊളിയല്ലേ. പക്ഷെ അതല്ല, ഞാൻ ആ പടത്തിൽ എനിക്ക് ചാൻസ് കിട്ടിയാണ് ഫോർ ഷുവർ, എന്തായാലും കിട്ടിയാണ്, ഒരു ചെറിയ റോളെങ്കിലും എന്തെങ്കിലും കിട്ടിയാണ്. കാരണം അതിൽ ആലുവക്കാരെല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്, ആലുവക്കാരൻ നല്ല കൂട്ടുകാരെല്ലാവരും അഭിനയിച്ച പടമാണ്. അതിൽ അവരുടെ എന്താ പറയുക നടന്മാരെന്ന് പറഞ്ഞാൽ സോബിനും വിനയം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ആ 3 പേര് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും സൗഹൃദങ്ങൾ തന്നെയാണ്. അതാ ഞാനൊന്ന് ചോദിക്കട്ടെ, പ്രേമത്തിലെ ഏത് റോള് ചെയ്തിരുന്നെങ്കിൽ ബാലുവിന് ഫിറ്റ് ആവുമെന്ന് തോന്നുന്നത്? ജോർജ്. എന്താ ആവില്ല, ആകും, ഫിറ്റ് ആവും, അടിച്ചാൽ ഫിറ്റ് ആവും. പക്ഷെ ജോർജ് ചെയ്താൽ ഫിറ്റ് ആവില്ല, അതാണ് ഉദ്ദേശിച്ച് കിട്ടിയില്ല, എനിക്ക് മനസ്സിലായത്. അത് ഞാൻ ആദ്യം പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞ നമ്മുടെ വിഷയത്തിൽ വന്ന ഒരു സംഭവമാണ് ഈ ആലുവ ഗ്യാങ്. ഓക്കെ, ഗ്യാങ് ഒന്നുമില്ല, ആലുവക്കാർക്ക് ഒരു ഗ്യാങ്, മാഫിയ. മാഫിയ, ആലുവ മാഫിയ, ഒരു മാഫിയ. ഇതൊക്കെ പണ്ട് ചർച്ച ചെയ്ത് വിട്ട കേസത് ആണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ചർച്ച ചെയ്യാം. പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ബാലു അതിന്റെ ഒരു ഭാഗമായിരുന്നല്ലോ. ഞാൻ ആലുവക്കാരനാണ്, മാഫിയുടെ ഭാഗമല്ല. എങ്ങനെയെങ്കിലും ഒരു കോൺട്രവേഴ്സി സൃഷ്ടിക്കാൻ നോക്കും. നടക്കില്ല. ഓക്കെ, പക്ഷെ പോട്ടെ, നിങ്ങളുടെ കലാകാരന്മാരുടെ ഒരു കലാകാരന്മാർ നിറകുടമാണ് ആലുവ. പറയുകയാണെങ്കിൽ ഇപ്പൊ ഫർഗീസ് ആലുവക്കാരനായിരുന്നു, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ദിലീപേട്ട ആലുവക്കാരനാണ്, പിന്നെ ഒരുപാട് കലാകാരന്മാർ. അതെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മുടെ ഒരു വിഷയത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു പോയൊരു കാര്യമാണ് ആലുവ. അപ്പോൾ എനിക്ക് ആലുവ എന്ന് പറയുമ്പോൾ ആലുവ മണപ്പുറം, ആലുവ ശിവക്ഷേത്രം. പറയട്ടെ, ആലുവ പുഴയുടെ തീരത്ത്, അത് 1000 പാസരങ്ങൾക്ക് ആ പാട്ട് അവിടെ ഷൂട്ട് ചെയ്തത് ആണോ? അതെനിക്കറിയില്ല, ഞാൻ മറ്റേ പണ്ടത്തെ ഇതല്ലോ ആലുവപ്പുഴ പിന്നെ ഒഴുകി വെറുതെ പറഞ്ഞു. ആലുവപ്പുഴ. ഓക്കെ, അപ്പൊ അപ്പൊ ആലുവപ്പുഴ, പിന്നെ നമ്മുടെ പ്രേമത്തിലെ പാലം, ഇതൊക്കെയാണ് എനിക്കറിയണ ആലുവ. അപ്പൊ ഇനി ബാലുവിന് അറിയണേ ആ ആലുവ, ഓഫ് കോഴ്സ് ദിലീപ് എന്ന നടൻ, അദ്ദേഹത്തിന്റെ വീട് ആലുവ. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്റെ അറിവിലുള്ള ആലുവയാണ് കേട്ടോ, അൽഫോൺസ് പുത്രൻ ആലുവ, നിവിൻ പോളി ആലുവ. അതെ, അപ്പോ ബാലശങ്കർ. അതെ, എന്നാ പിന്നെ ഞാൻ അവിടെ ഇരിക്കാം, നിങ്ങൾ ഇവിടെ ഇരിക്കും. ആലുവയെ കുറിച്ച് എന്താ പറയുക, ആലുവ എന്ന് പറയുന്നത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. എന്റെ ഫാദറും മദറും ബാങ്കിലായിരുന്നു, ആലുവ അർബൻ ബാങ്കിലായിരുന്നു അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ കോട്ടയം, അമ്മ തൃശ്ശൂർ. എന്താ പറയുക, ലാലട്ടൻ 2020 പറഞ്ഞ ഡയലോഗ് ഇല്ല, എന്താണ്, വടക്കും തെക്കുവോ ആയിരിക്കും, രണ്ടും കൂടി ചേർന്നപ്പോ വെടക്കായി. അതുപോലെ വെടക്കായി പോയി. അതാണ് ഞാൻ ആലുവയെ കുറിച്ച് പറയുകയാണെങ്കിൽ നൊസ്റ്റാളജി എന്ന് പറയുന്നത് നമ്മളെ ചെറുപ്പത്തിലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ഈ ആലുവ ശിവരാത്രി വരും. അപ്പോൾ മണപ്പുറത്തേക്ക് പോകുന്ന ഒരു പരിപാടിയുണ്ട് ആലുവയിൽ. അവിടെ ഫുള്ളിങ്ങനെ കടകളും ഒക്കെ വന്ന് ഇങ്ങനെ നമ്മൾ അത് കാണാൻ വേണ്ടി പോകുന്ന ഒരു, അത് ഭയങ്കര നൊസ്റ്റുമാണത്. ഓക്കെ, എല്ലാ ആലുവക്കാർക്കും നൊസ്റ്റുമാണത് ആലുവ ശിവരാത്രി, അതായത് ഉത്സവം, മെയിൻ ഉത്സവം മഹാശിവരാത്രി, അമ്പലത്തിലെ മെയിൻ ഉത്സവം. പിന്നെ ആലുവയില് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ മിസ് ചെയ്തുകൊണ്ടിരുന്നത് പുഴയുടെ അരികത്ത് പോയിരിക്കുക, പിള്ളേരായിട്ട് വർത്തമാനം പറയുക, ചെറുതിരണ്ടർ അടിക്കുക, ചീട്ട് കളിക്കുക, നീന്തുക, അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സൗഹൃദ വലയം, ഇവിടുത്തെ പോലെ തന്നെ ഒരുപാട് സൗഹൃദ വലയങ്ങൾ നാട്ടിലുണ്ട്. അപ്പോൾ അവരെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു പ്രവാസിയായതിന്റെ ഒരു ഭാരം തോന്നാറുണ്ടോ? ഇല്ല, തീരെ ഭാരമില്ല. വളരെ നല്ല സുഖം, തീരെ ഭാരമില്ല. അതുകൊണ്ട് ഒരു വിഷമമില്ല. ശരിക്കും പ്രവാസി എന്ന ഒരു ടാഗ് ലൈനിൽ അറിയപ്പെടാൻ ബാലു ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെ പ്രവാസി എന്ന് പറയുന്നത് പൊതുവെ പറയുന്നൊരു വേടല്ല. എനിക്ക് അറിയില്ല, എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. കാരണം മറ്റേ സലീം കുമാർ പറഞ്ഞ പോലെ എനിക്ക് വേർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ടേ പണിയെടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് ഈ പ്രവാസി ഭാരം ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വളരെ വെരി ലൈറ്റ്ലി സിമ്പിൾ ഹാപ്പി, ഓൾവേസ് ഹാപ്പി. അതെ, അതെനിക്കൊന്ന് ബാലുവിനെ അറിയണവർക്കൊക്കെ അറിയാം. യു ആർ സംബഡി ഹു ഇസ് ഓൾവേസ് ഫൺ, ചില്ലിങ്, തുള്ളി നടക്കുന്ന. ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരാമയിൽ ബാലു മുക്ക് തന്നെ ഉണ്ട്, അല്ലേ? ഉണ്ട്. ബാലുവിനെ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു സോണിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാലുവിനെ കാണാൻ പറ്റും. അതായത് ഏതാണ്ട് നമ്മള് ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഒരു വളഞ്ഞ്, അതായത് ഒരു ബാലുമുക്കുണ്ട്, അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാലുവിനെ കാണാൻ പറ്റുന്നതാണ് പറയാനുള്ളത്. ഇല്ല, ഫോട്ടോ വെച്ചിട്ടില്ല. ഇനി അടുത്ത എങ്ങാനും വെക്കും മിക്കവാറും. അതെ. അപ്പൊ അങ്ങനെ തുടങ്ങി നമ്മളിപ്പോ വളരെ ചെറിയൊരു സ്ഥലം, നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല സ്നേഹമുള്ള ആൾക്കാർ.
പിന്നെ ഈ പറയുന്ന പോലെ ആലുവപ്പുഴ, നമുക്ക് നൊസ്റ്റ് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് ഞങ്ങൾക്കൊക്കെ ചെറുപ്പം മുതലേ അവിടെ വന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യങ്ങൾ. പിന്നെ ആലുവയിൽ മെട്രോ സ്റ്റാർട്ട് ചെയ്ത ആലുവെന്നാണ്. ആലുവയിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ആലുവയിലാണ്. ആലുവയിലെല്ലാം ഉണ്ട്. പിന്നെ എയർപോർട്ടിലേക്ക് പോകാൻ എത്രയോ ചെറിയ സമയം 10-20-25 അരമണിക്കൂർ മതി എയർപോർട്ടിലേക്ക് എത്താൻ. അപ്പൊ എല്ലാം കൊണ്ട് ആലുവക്കാർ ഭാഗ്യവന്മാരാണ്. അപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ ഈ പഴകും തോറും വീര്യം കൂടും എന്നുള്ളത്. അപ്പൊ അങ്ങനെ ബാലു പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടേ തുടങ്ങിയ പരിപാടിയാണ് ഇത് എന്നുള്ളത്. അപ്പം അങ്ങനെ പഴകി നമ്മൾ ദുബായ് മലയാളികൾക്കിടയിൽ ഈ ഒരു ഫേസ് ഭയങ്കര പോപ്പുലർ ആയത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അതിന് റീസൺ ആയ ഒരു കാര്യമുണ്ട്. അത് ഞാൻ പറയണതിനേക്കാളും അത് ഞാൻ ആക്ട് ചെയ്ത് കാണിക്കാം. എൻ്റെ സ്കില്ലും കൂടെ കാണുമല്ലോ. ഓക്കെ, എന്താണ് ബില്ല്? ആഹാ, ബില്ല. എന്റെ പൊന്നർബാബ് പേടിച്ചു പോലെ. ഞാൻ വിചാരിച്ചു വേറെ എന്താ ചോദിക്കണത്. എടാ അവർ ബില്ല് കൊടുത്ത് പറഞ്ഞു വിട്ടാ. അപ്പൊ ആ അർബാബിലേക്കാണ് എന്റെ ചോദ്യം വരുന്നത്. ഖാലിദ് അൽമേരി. യെസ്, എങ്ങനെയാണ് ഈ ഖാലിദ് അൽമേരിയുമായിട്ട് കണക്ട് ആവുന്നത്? അതിന് പറയുന്നതിന് മുമ്പ് തൊട്ട് ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തി കൊടുത്തത് വീണ്ടും ഫ്ലാഷ് ബാക്ക്. നേരത്തെ പറഞ്ഞു നിർത്തി കൊടുത്തുന്നത് ചെറിയൊരു തുടക്കം. 2023 ഞാൻ തിരിച്ച് ദുബായിക്ക് വരുന്നത്. ഞാൻ പറഞ്ഞത് 4 വർഷം പോയിരുന്നു. 2023 എനിക്കിങ്ങനെ ഒരു ബോധോദയം ഉണ്ടാവാണ്. വീണ്ടും ഒരു വെളിപാട് ഉണ്ടാവാണ്. സംഗീതം പഠിക്കണം എങ്ങോട്ട്, ദുബായിക്ക്. അപ്പൊ ഞാൻ അവിടെ നേരെ വെച്ച് കീച്ചി തിരിച്ച് ദുബായിക്ക് വരികയാണ്. സിനിമ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ശരിക്കും സംഗീതം പഠിക്കാനാണോ? സംഗീതം എന്ന് പറയുന്ന സിനിമ ഞാനിത് കൊളോക്കിയലായിട്ട് പറഞ്ഞല്ലോ. അതായത് സംഗീതം പഠിക്കണമെന്ന് മോഹമായിട്ട് വീണ്ടും തിരിച്ച് ദുബായിക്ക് വരികയാണ്. അപ്പൊ അന്ന് ഞാൻ വരുമ്പോൾ സിനിമ എല്ലാം സിനിമ ഓഫ് കോഴ്സ് ഇഷ്ടമാണ്. ഇപ്പോഴും സിനിമ തന്നെയാണ് അൾട്ടിമേറ്റ് ഡ്രീം. എന്തൊക്കെ ഇവിടെ ഞാൻ ചെയ്താലും അതെല്ലാം സിനിമ ലക്ഷ്യമാക്കി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഐ വോണ്ട് ടു സ്റ്റേ ഹിയർ. ഇതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ തിരിച്ച് ഞാൻ വരുമ്പോൾ ഞാൻ വിചാരിച്ചു ദുബായിൽ വന്ന് വീണ്ടും ജോലിയൊക്കെ എടുക്കാം. അന്ന് എന്റെ മനസ്സിൽ കണ്ടന്റ് ക്രിയേഷൻ ഒന്നുമില്ല, നത്തിങ്. പ്രോപ്പർ ആയിട്ട് ഒരു ജോലി നോക്കാൻ വേണ്ടി വരുന്നു. ഞാൻ ഒളിച്ചു താമസിക്കുന്നു. അങ്ങനെയല്ല, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ഞാനിവിടെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് അറിയും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ അളിയന്റെ പെങ്ങളുടെയും കൂടെ വളരെ രഹസ്യമായിട്ട് ഒളിച്ചു താമസിക്കുക. അപ്പോ ബാലുവിന് ഇവിടെ UAE ഒളിച്ചു താമസിച്ച ഒരു സിറ്റുവേഷൻ അങ്ങനെയല്ല. അതായത് എന്റെ വളരെ വളരെ വേണ്ടപ്പെട്ട കുറച്ച് സുഹൃത്തുക്കൾക്ക് മാത്രം അറിയാം ഞാനിവിടെ ഉണ്ടെന്ന്. ബാക്കി ഞാൻ വളരെ നല്ല കുട്ടിയായിട്ട് രാവിലെ ഇന്റർവ്യൂവിന് പോകുന്നു, തിരിച്ചു വരുന്നു. ഇങ്ങനെ വളരെ നല്ല കുട്ടിയായിട്ട് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നിരിക്കുന്ന സമയത്ത് എന്നെ എൻ്റെ ഫ്രണ്ടായ ഐവറാണ് അന്ന് കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഐവറിന് അറിയാം ഞങ്ങൾ ഒരുമിച്ച് പ്രൊഡക്ഷൻ ഒക്കെ ചെയ്തു. അപ്പോൾ ഐവർ ഈസ് കോളിംഗ് മീ വൺ ഡേ. അപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രോ ഐ ഹാവ് എ റോൾ ഫോർ യു, this time not behind the camera, in front of camera. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ ഇങ്ങനെയാണ്, കഫ്തീരിയയിലാണ്, ഒരു ഓഡീഷൻ ചെയ്യണം, യു സെൻഡ് മീ എ വീഡിയോ. ഞാൻ പറഞ്ഞു ഐ വിൽ സെൻഡ് യു. ഞാൻ ഒരു മൊബൈലിൽ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് ഞാൻ ഹിന്ദിയിലും മലയാളത്തിലും പറഞ്ഞു, എടാ ചായ കൊടുത്ത ഈ സെയിം സാധനം തന്നെ ഞാൻ അത് അയച്ചു കൊടുത്തു. ഖാലിദ് സെലക്റ്റഡ് മീ. പക്ഷേ എന്താ പറയുക, അന്ന് ആക്ച്വലി എനിക്ക് ഒരു അറബിക് പ്രൊഡക്ഷൻ കമ്പനിയിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. 3 months ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ ജോയിൻ ചെയ്തതിന്റെ പിറ്റേ ദിവസമാണ് ഷൂട്ട് വെച്ചേക്കണം. പിറ്റേ ദിവസം ഷൂട്ട് വെച്ചേക്കണം. തിങ്കളാഴ്ച ജോയിൻ ചെയ്യുന്നു, ചൊവ്വാഴ്ച ഷൂട്ട് വെക്കുന്നു. അപ്പോൾ ഞാൻ ഐവറിനോട് ഞാൻ പറഞ്ഞു, ഐവർ യു ലുക്ക് ഫോർ സമ്മൺ. ഞാൻ ഉണ്ടാവില്ല, എനിക്ക് ജോലി വിട്ടിട്ട് വരാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ജോലി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു ഓക്കെ ശരി. അപ്പോൾ ദെൻ ഖാലിദ് ടോൾഡ് ഹിം നോ, ഹി ഹാസ് ടു ഡു ദാറ്റ് റോൾ. സൺഡേയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സൺഡേയിലേക്ക് ഷൂട്ട് മാറ്റി. ഞാൻ പോയി. എനിക്ക് അന്ന് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഖാലിദിനെ കാണുന്നത്. അവർ ചെല്ലുന്നു, ഞങ്ങൾ പരിചയപ്പെടുന്നു, വർത്തമാനം പറയുന്നു. സോ എന്നോട് പറയുന്ന സംഭവം ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. എന്താണോ ഖാലിദ് പറഞ്ഞത് അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നോട് പറഞ്ഞു ഓക്കെ ബാല ഇതാണ് സ്ക്രിപ്റ്റ്, ഓക്കെ യു ഹാവ് ടു ഡു. ആകെ എന്നോട് പറഞ്ഞത് യു കീപ് ഓൺ ടോക്കിംഗ്. ദാറ്റ്സ് വാട്ട് ഹി ഓൾവേസ് ടെൽ മീ, കീപ് ഓൺ ടോക്കിംഗ്, മോർ ലൗഡ്. ദാറ്റ്സ് ഓൺലി തിങ് ഹി ആസ്ക്ഡ് മീ ദാറ്റ് ഡേ. സോ ഐ വാസ് ലൈക്ക് ബിരിയാണി ചപ്പാത്തി. സോ ദിസ് ഓൾ ഡയലോഗ്സ് ഉണ്ടായിരുന്നില്ല. സമയത്ത് അതെന്താണോ ചെയ്യുന്നത് എന്നുള്ള സംഭവത്തിൽ ഞാൻ ചെയ്തു. വീഡിയോ ഇറങ്ങി. ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോഴത്തേക്കും സംഭവം വൈറലായി. ഒളിച്ച് താമസിച്ച് ഞാൻ പിന്നെ ഒളിച്ച് താമസിച്ചിട്ട് വന്നിട്ടില്ല, കാരണം പിന്നെ പുറത്തോട്ട് എല്ലാവരും അറിഞ്ഞല്ലോ. അപ്പൊ എല്ലാവരും എന്നെ വിളിച്ചു തുടങ്ങി, എടാ എവിടെ നീ വന്നോ, എവിടെ എന്താണ് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ ആ അറബിക് കമ്പനിയിലെ ജോലിയുടെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇറങ്ങി. യു സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് മോർ കോൾസ്.
അങ്ങനെയല്ല, നോട്ട് ലൈക്ക് ദാറ്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് പട്ടിപ്പണി എടുത്തെന്ന് പറഞ്ഞില്ലേ തുടക്കത്തിൽ ഇന്റർവ്യൂവിന്റെ, പട്ടിപ്പണിയാണ് ഈ 1.5-2 വർഷം എടുത്ത പണി. ഇപ്പോ ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഇപ്പൊ ഇത്രയും പേര് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റീസൺ, അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഖാലിദ് തന്നെയാണ്. ബിക്കോസ് ഹീ ഈസ് ദ ഓൺലി റീസൺ. ഞാൻ ഇത്രയും പേരുടെ ഇടയിലും ഇപ്പോഴും എന്നെ ആൾക്കാരെ തിരിച്ചറിയുന്നതും, ഇപ്പോഴും ആൾക്കാർ കാണുമ്പോഴും, പിള്ളേരാണെങ്കിലും സ്കൂൾ പിള്ളേരാണെങ്കിലും കോളേജ് പിള്ളേരാണെങ്കിലും, അല്ലെങ്കിൽ വേറെ മലയാളികൾ എന്നല്ല ഞാൻ പറയാം, വേറെ രാജ്യക്കാരാണെങ്കിൽ പോലും എന്നെ കാണുമ്പോൾ എക്സാക്ട്ലി ഖാലിദിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ കിട്ടുന്നത് ഒരു കുറച്ചുകൂടി ഇന്റർനാഷണൽ എക്സ്പോഷർ ആണ്. റൈറ്റ് വിത്ത് ഡൂയിങ് വിത്ത്. അപ്പൊ എന്നോട് കഴിഞ്ഞു ഞാനും കൂടി ഒരാളെ കണ്ടപ്പോൾ അപ്പൊ റാൻഡംലി പീപ്പിൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. സോ അതിന്റെ റീസൺ ഞാനിപ്പോ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാനുള്ള, അല്ലെങ്കിൽ ഞാനിപ്പോ എന്റെ മെയിൻ റീസൺ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞ നമ്മളൊരു ചൊല്ല് പറയും, ചൊല്ലല്ല സോറി, ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? എന്താ അതിൽ പറയുന്നത് നിധി തേടി ഒരു ആള് പോകും, പക്ഷെ അവൻ ഇരിക്കുന്നിടത്ത് തന്നെയാണ് നിധി. അപ്പൊ ഈ കഥയിൽ എന്റെ നിധി ഇവിടെയാണ്. ഞാനിത് അന്വേഷിച്ച് നാട്ടിൽ പോയി 4 വർഷം നിന്ന് തിരിച്ചു വന്ന് എനിക്ക് നാട്ടിൽ പോലും കിട്ടാത്തതിന്റെ അത്രയും എക്സ്പോഷർ എനിക്ക് ഇന്നിപ്പോ ദുബായിൽ കിട്ടുന്നത്. അപ്പൊ നമ്മള് ഖാലിദിന്റെ കൂടെയുള്ള വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഖാലിദിന്റെ കൂടെ എനിക്കൊന്ന് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 6-7 വർക്ക്സ് ചെയ്തു അല്ലേ? ഇപ്പൊ ഓൾമോസ്റ്റ് 10 അപ്പൊ എപ്പോഴെങ്കിലും ഖാലിദിനോട് ചോദിച്ചിട്ടുണ്ടോ വൈ ഡു യു ചൂസ് മീ? ഇല്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അതെന്താ? ഇല്ല, ഞാൻ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് പുള്ളിക്ക് കറക്റ്റ് അറിയാം. ഹി ഗോട്ട് എ വെരി ഗുഡ് ജഡ്ജ്മെന്റ് നല്ലതാണ് പുള്ളിയുടെ. അപ്പൊ പുള്ളിക്ക് എന്താണോ കാസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് പുള്ളിക്ക് അറിയാം. അപ്പൊ എനിക്ക് വേണ്ടത് എന്താന്നുള്ളത് ഹി നോസ് വെരി വെൽ. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് വിളിക്കാറുണ്ട്, അവരുടെ ടീം വിളിക്കാറുണ്ട്, പല ഷൂട്ടുണ്ട്, ഹാവ് ടു കം, ആർ യു ഫ്രീ? ഞാൻ പോവും, ഞാൻ പറയുന്നത് ഞാൻ തരുന്നത് ഞാൻ ചെയ്യും പോലും. പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇടയിൽ ഒരു ബോണ്ടിങ് ഭയങ്കര രസമാണ്. മീ ആൻഡ് ഖാലിദ് കോംബോ കെമിസ്ട്രി ഈസ് വെരി ഗുഡ്. കാരണം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല വീഡിയോസ് ആണ്. ഇപ്പോൾ ചായയുടെ വീഡിയോ ഇറങ്ങി വിത്തിൻ 2 weeks ഞങ്ങൾ ബാർബർ ഷോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ ഒരു കഫ്തീരിയ തന്നെ ചെയ്തു. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ സോയിസ്റ്റിന്റെ ഒരു വർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായതാണ്. അത് പേഴ്സണലി ഖാലിദ് ഓൾസോ ലൈക്ക് മീ ആൻഡ് ഹി ഓൾസോ ടോൾഡ് മീ യു ഡിഡ് ആൻ അമേസിംഗ് ജോബ്. എനിക്ക് തോന്നുന്നു ഖാലിദിന്റെ കൂടെ വർക്ക് ചെയ്തതിനു ശേഷം യു ഹാവ് ഈവൻ എക്സ്പ്ലോർഡ് ഡിഫറെന്റ് ലാംഗ്വേജസ്. ഇവിടെ അറബിക്കിൽ വരെ ഇപ്പൊ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യാൻ പോവാണ്. റീസെന്റ് ആയിട്ട് വി പെർഫ്യൂംസിന്റെ ഒരു അറബിക് ഇതിൽ ഞാൻ അറബി സംസാരിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഐ വിൽ കം ടു ദാറ്റ് ലേറ്റർ. ഐ ഹാവ് ഡൺ വൺ അറബിക് വെബ് സീരീസിലൊക്കെ. അതെ, അപ്പൊ ഇപ്പൊ നമ്മള് ഇവിടെ ദുബായ്ക്കാരുടെ ഇടയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ ചാനൽസ് ഉണ്ട്, കോണ്ടന്റ് ക്രിയേഷൻ ചാനൽസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു ചാനലിൽ ഇപ്പൊ നമ്മൾ പറയാറില്ലേ, പെർട്ടിക്കുലർ ഇപ്പൊ മലയാളത്തിൽ നമ്മൾ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു ഇതിൽ പറ്റില്ല. പക്ഷെ ഇവിടെ ബാലുവിന് അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇവിടെ കണ്ട് നമ്മൾ ഒന്നുകൂടെ റീല് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും വേറൊരു പേജിൽ വേറൊരു കണ്ടന്റുമായിട്ട് ബാലു ഉണ്ടാവും. ബിക്കോസ് അത്രയ്ക്കും ഇഷ്ടമാണ് ബാലുവിന്റെ ഫേസ് എല്ലാവർക്കും. എന്തുകൊണ്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് ബാലുവിനെ. അപ്പോൾ ഹാവ് യു എവർ ഫെൽറ്റ് ലൈക്ക് അങ്ങനെ ഒരു സ്വീകാര്യത ഇവർക്കിടയിലൊക്കെ കിട്ടുന്നു? അതുപോലെ തന്നെ ഈ ഞാൻ ചാനൽസിൻ്റെ കേസ് മാത്രമല്ല കേട്ടോ പറഞ്ഞത്, ഈവൻ വെൻ വി ലുക്ക് അറ്റ് ബ്രാൻഡ്സ്, നല്ല നല്ല ബ്രാൻഡ്സുമായിട്ടുള്ള കൊലാബറേഷൻസ്. അപ്പോൾ ഇതുമൊക്കെ ആയിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ബാലു നമ്മളെ മലയാളികളെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഈ ബ്രാൻഡ്സും ഒക്കെ ആയിട്ട് കണക്റ്റായി നിൽക്കുന്നത്. സോ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഇത്ര ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ എന്താണ് ശരിക്കും മനസ്സിൽ? എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇതിപ്പോ എന്താ പറയുക, പ്രൈസ് ചെയ്തു എന്നുള്ളത് ഇഷ്ടമല്ലാത്ത ആരുമില്ലല്ലോ. പക്ഷെ ഞാൻ പ്രൈസ് ചെയ്യുന്നുള്ള രീതിയിൽ പറഞ്ഞതാണെങ്കിൽ ഫാക്ട് ആണ് പറഞ്ഞത്. അല്ല, അതെന്താ വെച്ചാൽ അതാ ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കാലിദിൽ നിന്ന് മാറി ഞാൻ വേറെ 1-2 ആളുകളുമായിട്ട് ഇപ്പോൾ ഒക്കെ ആയിട്ട് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. എൻ്റെ കൂടെ നല്ല ടീമുണ്ട്. എനിക്ക് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ട്, ഷാഫി. ഈസ് എ മെയിൻ സപ്പോർട്ട് ഫോർ മീ ലൈക്ക് while doing the scripts and all. അപ്പോൾ അവനും ഞാനും കൂടി ഒരുമിച്ച് ചെയ്യാറുണ്ട്. പിന്നെ ക്യാമറ ടീം എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പേര്, ഇപ്പോൾ ഗൗതം, അനന്തു, അങ്ങനെ ഒരുപാട് പേര്. നമ്മൾ ഞാൻ ഒരാളായിട്ട് മാത്രമല്ല വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എസ് കെ ഇസ് ദർ, ഇടയ്ക്ക് വർക്കുകൾ വരാറുണ്ട്. അങ്ങനെ ഒരുപാട് പേരായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വിളിക്കുന്നത്, അല്ലാണ്ട് ഭംഗി കണ്ടിട്ടല്ല വിളിക്കുന്നത്. അതാണ് കാര്യം, വർക്കിൽ തന്നെയാണ് കാര്യം. അപ്പൊ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഞാൻ ചെയ്യുന്നതെല്ലാം എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്ന പോലെ ആളുകൾ ചോദിക്കുന്നുണ്ട്, എടാ ചിലതൊന്നും നടക്കാറില്ല പ്രോജക്റ്റുകൾ, പക്ഷെ ചർച്ചകൾ നടക്കാറുണ്ട്. അതെപ്പോഴും ചർച്ചകൾ നടക്കാറുണ്ട്. പക്ഷെ അത് പ്രശ്നമല്ല, ചർച്ചകൾ വേണം. ചർച്ചകളാണ് എന്തിനും ഒരു നമുക്ക് ഇത് ഉണ്ടാവുക. അപ്പൊ ചർച്ചകൾ പലരുമായിട്ട് നടക്കാറുണ്ട്. കണ്ടന്റ് കൊടുക്കാറുണ്ട്, ബഡ്ജറ്റ് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല, ചിലപ്പോൾ 6 മാസം കഴിഞ്ഞാൽ വിളിക്കും. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തേടി വരുന്നത് ആരെയാണ്? അല്ല, അങ്ങനെയൊന്നുമില്ല. നത്തിങ് ലൈക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ലേ പറഞ്ഞ. അതെന്തുകൊണ്ടാ ഞാൻ പറഞ്ഞേ, എനിക്ക് വേറെ ജോലിയില്ല. ഐ എം എ കോണ്ടന്റ് ക്രിയേറ്റർ. 9 to 6 ജോബില്ല. ഐ എം an actor, content creator. ഓക്കെ. അപ്പൊ എനിക്ക് രാവിലെ എനിക്ക് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എനിക്ക് ഇത് തന്നെയാണ് എൻ്റെ ചിന്തകൾ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് തന്നെയാണ്, ഞാൻ ആളുകളെ വിളിക്കുന്നതും സംസാരിക്കുന്നത് തന്നെയാണ്. ഇപ്പൊ എനിക്ക് 9 to 6 ജോബ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ഫ്രീക്വന്റ് ആയിട്ട് ഞാൻ ചെയ്യില്ല. ഇപ്പൊ നമുക്ക് ബിരിയാണി കഴിക്കണ്ടേ, മനസ്സിലായില്ലേ, പൈസ ഉണ്ട്, ഇത് വേണ്ടേ, ദുഡ്. അപ്പൊ അതിനു വേണ്ടി നമ്മള് നേരത്തെ പറഞ്ഞ അതേ ഡയലോഗ് തന്നെ വീണ്ടും പറയുന്നു, പട്ടിപ്പണി. കാണുമ്പോ ഭയങ്കര രസമാണ്, പക്ഷെ എളുപ്പമല്ല. സാക്രിഫൈസ് ഇത് ഭയങ്കര ചലഞ്ചിങ് ആണ് ഇതൊക്കെ. കാരണം നമുക്ക് എല്ലാ മാസവും ഒരേപോലെ വർക്ക് വരണമെന്നില്ല. ചില മാസം നമുക്ക് ഡൗൺ ആവും. ഇപ്പൊ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് വർക്കുകൾ കുറവാണ്. പക്ഷെ എന്നാലും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ എന്തോ ഈ പറയുന്ന എവിടെ നിന്നൊക്കെയോ ഒരു സംഭവങ്ങൾ വരുന്നതുകൊണ്ട് നമ്മൾ പിടിച്ചു നിൽക്കുന്നതാണ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി, എളുപ്പമല്ല. ഇപ്പോൾ കാണുമ്പോൾ ഓക്കെ ഭയങ്കര സ്ട്രെസ്സാണ് നമ്മൾ ഫുൾ ടൈം ഇതിലേക്ക് നിൽക്കുമ്പോൾ. ഫുൾ ടൈം ഇതിലേക്ക് നിന്ന് നമ്മൾ പണിയെടുക്കുമ്പോൾ ഒരു കംഫർട്ട് സോണും അല്ല, നല്ല പണിയാണ്. പിന്നെ ഞാൻ പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് ആ എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിതൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് എഫക്ട് ചെയ്യാറില്ല. എനിക്കിഷ്ടമാണ് അഭിനയിക്കാൻ. എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ, ഓഫ് കോഴ്സ് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ ഇഷ്ടമാണ്. അത് ചിലത് എന്താ പറയുക, പൈസ കിട്ടാത്ത വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആകെ നോക്കുന്നത് ഡയറക്ടറും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നോക്കുന്നൊരു സാധനം. ചിലത് പൈസ മേടിച്ച് ചെയ്യുന്നുണ്ട്, ചിലത് ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ആഫ്റ്റർ ഓൾ എന്തൊക്കെ പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ എന്തെങ്കിലും ചെയ്യാൻ വേണം. സംതിങ് ഐ നീഡ് ടു ഡു. അല്ലാതെ വെറുതെ പോയി നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ, അല്ലാതെ പൈസ ഈസ് നോട്ട് ദ മെയിൻ തിങ്. ഓഫ് കോഴ്സ് പൈസ വേണം, പക്ഷേ ഫോർ മീ ആസ് ആൻ ആക്ടർ ഐ ലവ് ടു ആക്ട്. എനിക്കിഷ്ടമാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വൃത്തിയിൽ ചെയ്യാൻ അറിയാവുന്ന ഒരു പണി ആക്ടിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയില്ല, എനിക്ക് സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? ഈ പേര് പോലെ തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണോ ബാലു എല്ലാവർക്കും? അതെ, നമ്മൾ പരിചയമില്ല, അത് നമ്മൾ അത്ര ക്ലോസ് അല്ല. പക്ഷേ അന്ന് എനിക്ക് നല്ല കാലമായിരുന്നു, സൗഹൃദങ്ങളേ ഉള്ളൂ. എനിക്ക് കുറെ പേര് എന്നെ ചീത്ത പറയാറുണ്ട്, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ ഇപ്പോഴും ഇങ്ങനെ അഭിനയിച്ചു നടന്നു, നിനക്ക് സീരിയസ്നെസ് ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു റെഫറൻസ് തന്ന അരവിന്ദ് സ്വാമിയുടെ മറ്റേ ഒരു വില്ലനായിട്ട് വന്നൊരു പടമില്ലേ, കാലിദ് തന്നെ എപ്പോഴും പറയും ഇറ്റ്സ് എ മാജിക്.